നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ആക്ച്വലി ആദ്യം ഇന്നത്തെ റീഡിംഗ് ജനറൽ റീഡിംഗ് ആണിത്. ഈ ജനറൽ റീഡിങ്ങിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യത്തിന്. ഞാനത് വിഷിൻ്റെ റീഡിംഗ് ആയിട്ട് എടുത്തപ്പോൾ അത് റിലേഷൻഷിപ്പിനെ കുറിച്ച് വന്നു. സോ ഞാൻ വെച്ച ഒരു സ്പെഷ്യൽ റീഡിംഗ് ജനറൽ ആയിട്ട് നിങ്ങൾക്ക്, നിങ്ങളുടെ മറ്റുള്ളവർക്ക് എന്താഗ്രഹമാണ് നിങ്ങളുടെ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഒരു ജനറൽ രീതിയിൽ നമ്മൾ പറയുമ്പോൾ ജോലി, കരിയർ, കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വേണ്ടത് എല്ലാത്തിനും നിങ്ങളുടെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പും ആവാം. ലെറ്റ്സ് സീ. ഇവിടെ ക്ലീൻ ഇറ്റ് അപ്പ് എന്ന് കാണുന്നുണ്ട്. ഞാൻ കുറച്ച് കാർഡ്സ് എടുത്തിട്ട് പറയാം. ബ്രീത്ത്, ടിക്ടോക്ക്, ചോപ്പ്, സിംഫണി. ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വരും. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്ത് വിടുന്ന രീതിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം അതായിരിക്കും. നിങ്ങൾക്ക് ലൈഫിൽ നിന്ന് നല്ലതല്ലാത്തത് നിങ്ങളിൽ നിന്ന് വിട്ടുപോകണം എന്നായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ആവും എന്ന രീതിക്ക് എടുക്കാം. എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതിലുള്ള കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയി പോകുന്ന രീതിക്കാണ് കാണുന്നത്. ഇവിടെ മെയിനായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ മനസ്സമാധാനം. മനസ്സമാധാനം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പീസ് ഫീൽ ചെയ്യുന്നതായിട്ട്, ഒരു സ്വസ്ഥത ഫീൽ ചെയ്യുന്നതായിട്ട്, മാനസികമായിട്ട് മനസ്സുകൊണ്ട് മേ ബി നിങ്ങൾ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ലൈഫിൽ തന്നെ നിങ്ങൾക്കൊരു പീസ്ഫുൾ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും. സോ അതിൻ്റെയൊക്കെ ഗുണമായിട്ടായിരിക്കും. അല്ലെങ്കിലും ഓവറോൾ നമ്മൾ സിറ്റുവേഷൻ ബേസ് ചെയ്ത് പറയുകയാണെങ്കിലും നിങ്ങൾക്ക് സമാധാനം ഫീൽ ചെയ്യും. നിങ്ങൾ ഒന്ന് റിലാക്സ് ആവുമെന്ന് പറയില്ലേ, ആ രീതിക്കുള്ളൊരു എനർജിയാണ് ഇവിടെ. സോ നിങ്ങളുടെ ഒരു ആഗ്രഹം ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും. അതായത് ആ ആഗ്രഹം നിങ്ങൾക്ക് മനസ്സമാധാനം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. ടിക്ടോക്ക് കാണുന്നുണ്ട്, സമയം എന്ന് കാണുന്നുണ്ട്. സോ ഇവിടെ മേ ബി നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് നടക്കാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. ടിക്ടോക്ക് അല്ലെങ്കിൽ അതിന് റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് വരും. അത് മേ ബി വരാറായി എന്നൊരു ഇൻഡിക്കേഷനാണ് ഇവിടെ യൂണിവേഴ്സ് തരുന്നത്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തുന്ന സമയമായിട്ടുണ്ട് എന്നാണ്. സോ ഇവിടെ ഡിവൈൻ ടൈം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിന് ജസ്റ്റ് ഒരു നമ്മൾ പറയില്ലേ, ആ സമയം ഒന്ന് റൈറ്റ് ടൈം ഒന്ന് വരണം, അത്രയേ ഉള്ളൂ. അത് ഓൾമോസ്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്താറായി എന്ന രീതിക്ക് പറയാം. ആൻഡ് ഇവിടെ ചോപ്പ് വുഡ് എന്ന് കാണുന്നുണ്ട്. സോ യെസ്, ഇവിടെ നിങ്ങളുടെ ജോലി, കരിയർ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും. നിങ്ങളുടെ എഫേർട്ട് തീർച്ചയായിട്ടും റെക്കഗ്നൈസ് ചെയ്യപ്പെടും, മറ്റുള്ളവർ തിരിച്ചറിയും. അതിനുള്ള എന്തെങ്കിലും ഒരു റിവാർഡായിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരും. അതിനുള്ള സമയമായിട്ടുണ്ട്. ആൻഡ് ഇവിടെ അൺഫിനിഷ്ഡ് സിംഫണി എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ഒരു കഥ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചു എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് അവസാനമല്ല. അതും മനസ്സിലാക്കുക. അത് എൻഡ് ആയിട്ടില്ല. ആ സിറ്റുവേഷൻ നിങ്ങൾക്ക്, നമ്മൾ പറയില്ല, ചിലത് ഇനി അവിടെ പ്രതീക്ഷയില്ല, ഹോപ്പേ ഇല്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്ക് ഹോപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് അതിൽ ഇനിയും പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. അതിനിയും കണ്ടിന്യൂ ആവും, അല്ലെങ്കിൽ അതിലിനിയും കഥ ബാക്കിയുണ്ട് എന്ന് പറയില്ലേ, ആ രീതിക്കാണ്. സോ ഇവിടെ യെസ്, ആ കഥ അവസാനിച്ചിട്ടില്ല, അതിലിനിയും ബാക്കിയുണ്ട് എന്നാണ്. ആൻഡ് ബിറ്റ്വീൻ വേൾഡ്സ് ഉണ്ട്. നിങ്ങളുടെ കൺഫ്യൂഷൻ്റെ കാര്യം വീണ്ടും കാണുന്നുണ്ട്. തിങ്കിങ് ഉണ്ട്. യെസ്, ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മളിവിടെ ആദ്യം പറഞ്ഞത്. അതാണ് നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയി പോകും. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും ചില കാര്യങ്ങളിൽ. ആൻഡ് നിങ്ങൾക്ക് വ്യക്തമായ തീരുമാനങ്ങൾ ചിലപ്പോൾ എടുക്കാൻ പറ്റും, അല്ലേ? ആൻഡ് മാത്രമല്ല ഇവിടെ മെയിനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് സമാധാനം റൈറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചത് വരുന്നുണ്ട്. അതിന് ജസ്റ്റ് ഒരു കുറച്ചുകൂടി വെയിറ്റ് ചെയ്യൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ. യെസ്, വരുന്നുണ്ട് എന്നാണ്. നമുക്കിതുകൂടെ എടുത്തേക്കാം. ലവ് ഉണ്ട്, വെരി നൈസ്. ആൻഡ് സോറി, വർക്ക് റിലേറ്റഡ്, മിറക്കിൾ. മൂന്നും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മൂന്നും വന്നു. 5 എടുക്കണം. ചെയ്തേക്കാം. ട്രസ്റ്റ് ഉണ്ട് ഇവിടെ. ഫൈൻ, യു ആർ സേഫ്. ഫൈൻ. ഇവിടെ അഗൈൻ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹമാണെങ്കിൽ അത് നടക്കും. റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ വ്യക്തി വരാം. ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്സ് ആണെങ്കിൽ അത് ബെറ്റർ ആവാം. നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്ന രീതിക്കാണ്. അത് ആരിൽ നിന്നോ ആയിക്കോട്ടെ. നിങ്ങൾ സ്നേഹവും കരുതലും കിട്ടുന്ന രീതിക്ക് കാണുന്നുണ്ട്. വർക്ക് ബേസ് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് സക്സസ് എന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങൾ ഹാർഡ് വർക്ക്, അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് കിട്ടും. ഞാനിവിടെ മിറക്കിൾ ഉണ്ട്. യെസ്, ആ മിറക്കിൾ സംഭവിക്കാനാണ് ഡിവൈൻ ടൈമിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു ചിലപ്പോൾ അത് സർപ്രൈസ്
ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വരുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ആ വിഷു നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരുന്നത് ഒരു മിറക്കിൾ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് അത് ഒരു റൈറ്റ് ടൈമിൽ ഡിവൈനായിട്ട് ചിലപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് തരും. ഓക്കെ, ഞാനിവിടെ നിങ്ങളോട് പറയുന്നുണ്ട് ഡിവൈനിൽ ട്രസ്റ്റ് വെക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ യു ആർ സേഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും യൂണിവേഴ്സ് പറയുന്നത് ഡോണ്ട് വറി, ഡോണ്ട് ഡൗട്ട് യുവർ സെൽഫ്. ഓക്കെ, ആൻഡ് മാത്രമല്ല യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കുക. എല്ലാ കാര്യങ്ങളും ഡിവൈൻ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ മനസ്സ് നന്നായിട്ട് അറിയാം. ഓക്കെ, ഒരിക്കലും നിങ്ങളെ അറിയില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ സേഫ് ആണ് എന്നാണ് പറയുന്നത്. എൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിങ്ങളെ യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ട്രസ്റ്റ് യൂണിവേഴ്സിൽ വെക്കുക. എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാനോ തടസ്സമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തടസ്സമോ, ബന്ധത്തിൽ തടസ്സമോ, വർക്കിൽ തടസ്സമോ, എന്ത് തന്നെ ആയാലും ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഡോണ്ട് വറി. ഓക്കെ, അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അറിയാം, നന്നായിട്ട് യൂണിവേഴ്സിനെ അറിയാം. അതിന് നിങ്ങളെ ഒരു നല്ലൊരു കാര്യത്തിലേക്ക് എത്തിക്കാൻ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കുന്നുണ്ട് എന്നാണ്. പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. എത്ര മഴ വന്നാലും ഇവിടെ ചിലരുടെ കുടയൊക്കെ പറന്നു പോകുന്നുണ്ട്, ബട്ട് നിങ്ങളുടെ കുട സേഫ് ആണ്. ആൻഡ് ഇത് യൂണിവേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾക്കുള്ളത്. എന്ത് തന്നെ സിറ്റുവേഷൻ വന്നാലും ഡോണ്ട് വറി. ഓക്കെ, ആൻഡ് വെയിറ്റ് ഫോർ ദ മിറക്കിൾ, ട്രസ്റ്റ് ഇൻ ദ മിറക്കിൾ. ഓക്കെ, യൂണിവേഴ്സായിട്ട് യെസ് ഞാൻ ആഗ്രഹിച്ചെല്ലാം കൊണ്ടുതരും എന്ന് ട്രസ്റ്റ് വയ്ക്കാം. ഓക്കെ, ചെറിയൊരു റീഡിങ്. ഓക്കെ, എല്ലാവർക്കും ഇന്ന് ഐ തിങ്ക് ഇടുന്ന പോസ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഞാൻ രണ്ടും ചെയ്തപ്പോൾ ഇന്നൊരു ചെറിയ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഓക്കെ, എനിവേ ഇത് നിങ്ങൾ ഫസ്റ്റ് പോസ്റ്റ് കാണുമോ സെക്കൻഡ് പോസ്റ്റ് കാണുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ രണ്ടും ഒപ്പം അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.